ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള വ്യാഴാഴ്ച, അതായത് പെസഹ വ്യാഴം അഥവാ മോണ്ടി തേഴ്സ്ഡേ, അന്ന് ക്രിസ്ത്യൻ വീടുകളിലും ഉണ്ടാക്കുന്നൊരു വിഭവമാണ് പെസഹ അപ്പം അഥവാ ഇന്തേരി അപ്പം, അതിനൊപ്പമുള്ള പാലും. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ 1/2 കിലോ അരിപ്പൊടി എടുക്കുന്നു. പിന്നെ അതിലേക്ക് 200 ഗ്രാം വറുത്ത് ഉഴുന്ന് കൂടി ആഡ് ചെയ്യുന്നു. ഇത് അപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിലേക്ക് 1/2 തേങ്ങ ചിരവിയത് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി വെളുത്തുള്ളി ജീരകം പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് കലത്തപ്പത്തിനായിട്ടുണ്ടാക്കിയ വെളുത്തുള്ളി ജീരകം പേസ്റ്റാണ്. അപ്പോൾ 2 ഫുള്ള് വെളുത്തുള്ളിയും 2 സ്പൂൺ ജീരകം ഉപയോഗിച്ചായിട്ട് അരച്ചാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ കലത്തപ്പത്തിൻ്റെ വീഡിയോയിൽ നമ്മളത് അരച്ചെടുക്കുന്ന രീതി പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യലാണ് അടുത്ത പരിപാടി. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയിലുള്ള മാവാക്കി മാറ്റുക. എന്നിട്ട് അത് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമ്മൾ 2 വാഴയിലയുടെ കഷ്ണം അതിലേക്ക് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അത് കുരിശ് റിസംബിൾ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. സ്റ്റീം ചെയ്യാനുള്ള വെള്ളമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ തുളയുള്ള ഈ പാത്രം വെച്ച് അടച്ച് ഈ പാത്രത്തിലേക്കാണ് നമ്മൾ ഈ മാവ് ഒഴിച്ച് വെക്കുന്നത്. ഇനി ഇത് അടച്ച് പുഴുങ്ങാൻ വയ്ക്കുക. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് പാലാണ്. അതിനായിട്ടൊരു 350 ഗ്രാം ശർക്കര എടുക്കുക. പിന്നെ ഒരു ഫുൾ തേങ്ങയുടെ പാല് എടുക്കുക. ഇതിന് ശേഷം ശർക്കര കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഉരുക്കാൻ വയ്ക്കുക. ശർക്കര സിറപ്പായതിന് ശേഷം അത് അരിച്ച് അതിൻ്റെ കരടൊക്കെ കളഞ്ഞിട്ട് തേങ്ങാപ്പാലിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. അത് ഈ അരിപ്പൊടി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വരാനായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൽ അത്യാവശ്യം നന്നായിട്ട് കുറുകി വരാനായിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് ബോയിൽ ചെയ്ത് തുടങ്ങാം നന്നായിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ബോയിൽ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ 1 ടീസ്പൂൺ കാർഡമം പൗഡർ, അതായത് ഏലക്കാപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ക്യുമിൻ സീഡ് പൗഡർ, അതായത് ജീരകപ്പൊടിയും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ബോയിൽ ചെയ്യുക. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും ഇത് വാങ്ങിയെടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിത് സെർവ് ചെയ്യാണ് ഗ്ലാസ്സിലേക്ക്.